ഇരുട്ട് ചിലർക്കത് ഭയമാണ്, ചിലർക്കത് മറവിയാണ്, പക്ഷേ ചിലർക്ക് അത് അവരുടെ പ്രണയത്തിൻ്റെ തുടക്കമാണ്. വെൽക്കം ടു അവർ സ്റ്റോറി. ഇരുട്ടിൻ്റെ പ്രണയം എപ്പിസോഡ് 9. ആഴ്ചകൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അദർ തൻ്റെ മാൻഷനിലേക്ക് മടങ്ങി. പരിക്ക് പൂർണ്ണമായി മാറിയിട്ടില്ല. വലത് തോളിൽ ബാൻഡേജ് ഇപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ അവൻ്റെ കണ്ണുകളിൽ പഴയ അതേ ആധിപത്യം. മാൻഷൻ്റെ വലിയ വാതിൽ തുറന്നപ്പോൾ അവനെ കാത്തു നിൽക്കുന്ന വിഹാനെ കണ്ടപ്പോൾ അദർവിൻ്റെ കണ്ണുകളിൽ ആശ്വാസം തെളിഞ്ഞു. വിഹാൻ പതുക്കെ അവൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് നയിച്ചു. അദർ ചെറിയൊരു ചിരിയോടെ അവനെ നോക്കി. ഇത്ര കെയറാണോ? വിഹാൻ മുഖം തിരിച്ചു. ഡോക്ടർ പറഞ്ഞതാണ് റെസ്റ്റ് വേണമെന്ന്. അദർ ചെറുതായി ചിരിച്ചു. ഡോക്ടർ പറഞ്ഞതാണോ അല്ലെങ്കിൽ നിന്റെ മനസ്സാണോ? വിഹാൻ ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. ആ നിശബ്ദത തന്നെ അദർവിന് മറുപടിയായി തോന്നി. സ്റ്റഡി റൂമിൽ അദർ ലെതർ ചെയറിലിരുന്ന് അലക്സിനെ വിളിച്ചു. അലക്സ് അകത്തു വന്നു. സർ, അദർ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ദേവരാജുമായി ബന്ധപ്പെട്ട എല്ലാ ലൂസൻസും ക്ലോസ് ചെയ്. അക്കൗണ്ട്സ്, പ്രോപ്പർട്ടീസ്, ഗ്യാങ് കണക്ഷൻസ് ഒന്നും പുറത്തേക്ക് ലീക്ക് ആകരുത്. അലക്സ് തലകുനിച്ചു. ഡൺ സർ. അപ്പോഴാണ് സെർവൻ വന്നറിയിച്ചത്. സർ, ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. ചില നിമിഷങ്ങൾക്കകം ഓഫീസർ അകത്തേക്ക് നടന്നു. മിസ്റ്റർ അദർ മിശ്ര, ദേവരാജൻ്റെ മിസ്സിംഗ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് വന്നത്. അദറിൻ്റെ എക്സ്പ്രഷൻ മാറ്റിയില്ല. അതിനു മുൻപ് തന്നെ അലക്സ് മുന്നോട്ട് വന്നു. ഓഫീസർ, ദേവരാജൻ്റെ ഗ്യാങ്ങുകൾക്കുള്ളിൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ റൈവൽസ് അവനെ എടുത്തിട്ടുണ്ടാകാം. ഓഫീസർ സംശയാസ്പദമായി നോക്കി. എനി പ്രൂഫ്? അലക്സ് ശാന്തമായി ഫയൽസ് നീട്ടി. കോൾ റെക്കോർഡ്സ്, ട്രാൻസാക്ഷൻ ട്രെയിൽസ് എല്ലാം എവിടെ? ഓഫീസർ ഫയൽ പരിശോധിച്ചു. കുറച്ചു നേരത്തിന് ശേഷം തല കുനിച്ചു. ഞങ്ങൾ ഫർദർ വെരിഫൈ ചെയ്യും. അയാൾ പോയതോടെ റൂം വീണ്ടും നിശബ്ദമാക്കി. അദർ അലക്സിനെ നോക്കി. ഹാൻഡിൽ ഇറ്റ് കെയർഫുള്ളി. ഓൾവേസ് സർ. രാത്രി മഴ ഇടവിട്ട് പെയ്യുന്നു. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അദർ പുറത്തേക്ക് നോക്കുകയായിരുന്നു. കറുത്ത ഷർട്ട്, ചെറുതായി നനഞ്ഞ മുടി. മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൻ കൂടുതൽ തീവ്രമായി തോന്നി. അപ്പോഴാണ് വിഹാൻ 2 കപ്പ് കോഫിയുമായി എത്തിയത്. കോൾഡായിരിക്കും. അദർ കപ്പ് വാങ്ങി. താങ്ക്സ്. കുറച്ച് നിമിഷങ്ങൾ ഇരുവരും നിശബ്ദമായി മഴ നോക്കി നിന്നു. വിഹാൻ കാഷ്വലായി ചോദിച്ചു. ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ നിനക്ക് പേടി തോന്നിയിരുന്നോ? അദർ അവനെ നോക്കി. മരണത്തെക്കുറിച്ചില്ല, പിന്നെ നിന്നെ നഷ്ടപ്പെടുമോ എന്ന പേടി. ആ മറുപടി കേട്ട് വിഹാൻ്റെ ഹൃദയം ഒന്ന് നിശ്ചലമായി. അവൻ പതുക്കെ താഴേക്ക് നോക്കി. അപ്പോഴേക്കും മഴത്തുള്ളികൾ ബാൽക്കണിയുടെ അരികിലൂടെ വിഹാൻ്റെ മുടിയിൽ പതിഞ്ഞു. നനഞ്ഞ മുടിയിൽ നിന്ന് ചെറിയ തുള്ളികൾ അവൻ്റെ നെറ്റിയിലൂടെ വഴുതി. കണ്ണിനരികിലൂടെ, ചുണ്ടിനരികിലൂടെ കഴുത്തിലേക്ക് താഴ്ന്നു. അഥർവിൻ്റെ കണ്ണുകൾ ആ തുള്ളികളുടെ യാത്ര പിന്തുടർന്നു. അവൻ്റെ ഉള്ളിലെ ആത്മനിയന്ത്രണം പതുക്കെ അലിഞ്ഞുപോയി. അഥർ, വിഹാൻ വിളിച്ചു. പക്ഷേ മറുപടി പറയാതെ അഥർ കപ്പ് ടേബിളിലേക്ക് വെച്ചു. ഒരു നിമിഷം കൊണ്ട് അവൻ വിഹാനെ അരയിൽ പിടിച്ച് ബാൽക്കണി വാളിനോട് ചേർത്ത് നിർത്തി. വിഹാൻ ഞെട്ടി. അഥർവിൻ്റെ മുഖം അവൻ്റെ കഴുത്തിനരികിലേക്ക് ചാഞ്ഞു. അവൻ്റെ ചൂടൻ ശ്വാസം തട്ടിയപ്പോൾ വിഹാൻ വിറച്ചു. നിനക്കറിയാമോ? അഥർ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇങ്ങനെ മഴയിൽ നിൽക്കുന്നത് എൻ്റെ കൺട്രോൾ മുഴുവൻ കളയുന്നു. വിഹാൻ്റെ ശ്വാസം വേഗത്തിലായി. ഞാൻ എന്ത് ചെയ്തു? അഥർ ചെറുതായി ചിരിച്ചു. അവൻ പോക്കറ്റിൽ നിന്നും ചെറിയ ഒരു വെൽവെറ്റ് ബോക്സ് എടുത്തു. വിഹാൻ കൺഫ്യൂസ്ഡായി നോക്കി. അഥർ അത് തുറന്നു. അതിനുള്ളിൽ ബ്ലാക്ക് സിൽവർ ചെയിൻ, അതിൻ്റെ പെൻഡൻറ്റ് ചെറിയൊരു കിസ് മാർക്ക് രൂപത്തിൽ. ഇത്? അഥർ ചെയിനെടുത്ത് പതുക്കെ വിഹാൻ്റെ കഴുത്തിൽ അണിയിച്ചു. അവൻ്റെ വിരലുകൾ കഴുത്തിലൂടെ സ്പർശിച്ച നിമിഷം വിഹാൻ്റെ ശരീരം വിറച്ചു. ഇനി ഇത് കാണുന്ന ഓരോരുത്തർക്കും അറിയണം. അഥർ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നീ എൻ്റേതാണെന്ന്. വിഹാൻ്റെ കവിളുകൾ ചുവന്നു. അവൻ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ അഥർ പതുക്കെ അവൻ്റെ പെൻഡൻറ്റിനരികിലേക്ക് ചാഞ്ഞു. ആദ്യം പെൻഡൻറ്റിൽ മൃദുവായി ചുംബിച്ചു. പിന്നെ അവൻ്റെ ചുണ്ടുകൾ പതുക്കെ വിഹാൻ്റെ കഴുത്തിലേക്ക് നീങ്ങി. ഒരു നീണ്ട ചൂടേറിയ നെക്ക് കിസ്. വിഹാൻ സ്വമേധയാ കണ്ണുകളടച്ചു. അവൻ്റെ വിരലുകൾ അഥർവിൻ്റെ ഷർട്ടിനെ മുറുകെ പിടിച്ചു. ആ മൃദുവായ ശബ്ദം അവൻ്റെ ചുണ്ടുകളിൽ നിന്നും പുറത്തു വന്നു. അത് കേട്ടതും അഥർവിൻ്റെ കണ്ണുകളിൽ തീ തെളിഞ്ഞു. അവൻ വീണ്ടും അവിടെ ചുംബിച്ചു. ഇപ്പോൾ കൂടുതൽ ദൈർഘ്യത്തോടെ. വിഹാൻ്റെ തല പിന്നിലേക്ക് ചാഞ്ഞു. ലുക്ക് അറ്റ് മീ, അഥർ പറഞ്ഞപ്പോൾ വിഹാൻ പതുക്കെ കണ്ണുകൾ തുറന്നു. അവരുടെ മുഖങ്ങൾ ഇപ്പോൾ 1 ഇഞ്ച് മാത്രം അകലത്തിൽ. ടെൽ മീ ടു സ്റ്റോപ്പ്. അഥർവിൻ്റെ ശബ്ദം നേർത്തു. വിഹാൻ്റെ ശ്വാസം വിറച്ചു. പക്ഷേ അവൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഡോണ്ട്. ആ ഒരൊറ്റ വാക്ക് മതി. അഥർ അവൻ്റെ താടിയിൽ വിരൽ വെച്ച് മുഖമുയർത്തി. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവൻ്റെ ചുണ്ടുകൾ വിഹാൻ്റെ ചുണ്ടുകളിലേക്ക് പതിഞ്ഞു. ആദ്യത്തെ സ്പർശനം മൃദുവായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം അതൊരു ദീർഘവും ആഴവുമുള്ള ചുംബനമായി. ശക്തമായി പെയ്തു. വിഹാൻ്റെ കൈകൾ സ്വാഭാവികമായി അഥർവിൻ്റെ കഴുത്തിൽ ചുറ്റി. അഥർ അവനെ കൂടുതൽ അടുത്തേക്ക് വലിച്ചു. ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ അവർക്കിടയിൽ ആ ചുംബനത്തിൻ്റെ ചൂട് മാത്രം. ഒടുവിൽ വേർപെട്ടപ്പോൾ വിഹാൻ ശ്വാസം പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. കുറച്ചു മുൻപത്തെ നിമിഷം ഓർത്തതും വിഹാൻ പോകാൻ തിരിഞ്ഞ നിമിഷം അഥർ അവൻ്റെ കൈ പിടിച്ചു. വേർ ആർ യു ഗോയിങ്? റൂമിലേക്ക്. അഥർ ചെറിയൊരു ചിരിയോടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. ഇന്നല്ല. അടുത്ത നിമിഷം അവൻ വിഹാനെ ഒരൊറ്റ നിമിഷത്തിൽ കൈകളിൽ കോരിയെടുത്തു. അഥർ,
വിഹാൻ ഞെട്ടി. അവൻ്റെ കഴുത്തിൽ പിടിച്ചു. പുട്ട് മീ ഡൗൺ. വൈ? അഥർവിൻ്റെ കണ്ണുകളിൽ തീവ്രത. എന്നെ പേടിയാണോ? വിഹാൻ നാണത്തോടെ മുഖം മറച്ചു. അല്ല. ദെൻ സ്റ്റോപ്പ് ഹൈഡിങ്. മുറിയിലേക്ക് നടന്നു കയറി അഥർവ് പതുക്കെ അവനെ ബെഡിൻ്റെ അരികിലേക്ക് ഇരുത്തി. പുറത്ത് മഴയുടെ ശബ്ദം, മുറിക്കുള്ളിൽ ഡിം യെല്ലോ ലൈറ്റ്. ആ അന്തരീക്ഷം തന്നെ ഇരുവരുടെയും ഹൃദയമിടിപ്പുകൾ കൂടുതൽ വ്യക്തമായി കേട്ടു. അഥർവ് അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. പതുക്കെ വിഹാൻ്റെ വിരലുകൾ തൻ്റെ കൈകളിൽ ചേർത്തു. ഇത്ര നെർവസ് ആകണ്ട. അഥർവ് വിഹാൻ്റെ കൈയിൽ മൃദുവായി ചുംബിച്ചു. വിഹാൻ്റെ ശരീരം വീണ്ടും വിറച്ചു. അഥർവ് എഴുന്നേറ്റ് അവൻ്റെ നെറ്റിയിലേക്ക് ചാഞ്ഞ് ഒരു നീണ്ട സ്നേഹഭരിതമായ ചുംബനം. പിന്നെ ചെവിക്കരികിലായി പറഞ്ഞു, ടുനൈറ്റ് ജസ്റ്റ് സ്റ്റേ വിത്ത് മീ. വിഹാൻ കണ്ണുകൾ പതുക്കെ ഉയർത്തി. ആ കണ്ണുകളിൽ ഇനി പേടിയില്ലായിരുന്നു, വിശ്വാസം മാത്രം. അവൻ മൃദുവായി തല അനക്കി. അഥർവിൻ്റെ ചുണ്ടുകളിൽ സംതൃപ്തിയുടെ ചെറിയൊരു ചിരി വിരിഞ്ഞു. അവൻ വിഹാനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പുറത്ത് മഴ പെയ്തുകൊണ്ടിരുന്നു. അകത്ത് ആ രാത്രി അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. ആ രാത്രി മഴയുടെ ശബ്ദത്തിനിടയിൽ വിഹാൻ അഥർവിൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടക്കുകയായിരുന്നു. മുറിയിൽ നിശബ്ദത. പക്ഷേ ആ നിശബ്ദതയിൽ പറയാത്ത ഒരുപാട് വികാരങ്ങളുണ്ടായിരുന്നു. അഥർവ് പതുക്കെ അവൻ്റെ മുടിയിലൂടെ വിരലുകൾ ഓടിച്ചു. വിഹാൻ, ഒരു കാര്യം ചോദിക്കട്ടെ? വിഹാൻ തല ഉയർത്തി അവനെ നോക്കി. അഥർവിൻ്റെ മുഖത്ത് അപൂർവമായൊരു മൃദുലത. ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്ത് എന്നോടൊപ്പം ജീവിക്കാൻ നിനക്ക് ശരിക്കും കഴിയുമോ? ആ ചോദ്യം കേട്ട് വിഹാൻ കുറച്ച് നിമിഷങ്ങൾ മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ എഴുന്നേറ്റ് ബെഡിൽ നേരെ ഇരുന്നിട്ട് പറഞ്ഞു, ആദ്യമായി നിന്നെ കണ്ടപ്പോൾ ഞാൻ നിന്നെ ഭയന്നു. അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ തുടർന്നു. പിന്നെ വെറുത്തു. പിന്നീട് മനസ്സിലാക്കി, നിന്റെ ഉള്ളിലെ ഇരുട്ടിന് പിന്നിൽ ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാണ് ഉണ്ടായിരുന്നതെന്ന്. അഥർവ് നിശബ്ദമായി കേട്ടിരുന്നു. വിഹാൻ അവൻ്റെ കൈ പിടിച്ചു. നിന്റെ ലോകം ഇരുണ്ടതാണെങ്കിൽ അതിൽ വെളിച്ചമായി ഞാനുണ്ടാകും. ആ വാക്കുകൾ അഥർവിൻ്റെ ഹൃദയത്തിൽ നേരെ പതിഞ്ഞു. അവൻ വിഹാൻ്റെ കൈ ചുണ്ടുകളോട് ചേർത്ത് മൃദുവായി ചുംബിച്ചു. ദെൻ സ്റ്റേ. വിഹാൻ ചെറുതായി ചിരിച്ചു. ഓൾവേസ്. അടുത്ത പ്രഭാതം മഴ മാറി. ബാൽക്കണിയിലൂടെ സൂര്യപ്രകാശം മുറിയിലേക്ക് വീണു. അഥർവ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പുതിയ ദിവസത്തെ നോക്കുകയായിരുന്നു. പിന്നിൽ നിന്ന് വിഹാൻ വന്ന് അവൻ്റെ അരികിൽ നിന്നു. എന്താ ചിന്തിക്കുന്നത്? അഥർവ് അവൻ്റെ കയ്യിൽ സ്പർശിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇരുട്ടിന് ശേഷം ഒരു പ്രഭാതം കാണുന്നുണ്ട്. വിഹാൻ അവൻ്റെ തോളിൽ തല ചായ്ച്ച് ചിരിച്ചു. ഇനി ഓരോ പ്രഭാതവും ഇങ്ങനെയായിരിക്കും. അഥർവ് അവനെ തിരിച്ചു നോക്കി. പതുക്കെ അവൻ്റെ കഴുത്തിലെ ആ പെൻഡൻറ്റ് തൊട്ടു. ഇത് ഇനി ഒരു ചെയിൻ മാത്രമല്ല, പിന്നെ ഒരു പ്രോമിസ്. അവൻ വിഹാൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. നിന്നെ കാത്തു സൂക്ഷിക്കുമെന്ന പ്രോമിസ്. വിഹാൻ കണ്ണുകളടച്ചു. ആ സ്പർശനം ഏറ്റുവാങ്ങി. പിന്നെ ഇരുവരും ബാൽക്കണിയിൽ നിന്ന് പുതിയ സൂര്യോദയം നോക്കി നിന്നു. ഒരിക്കൽ ഇരുട്ടിൽ തുടങ്ങി വേദനയിൽ വളർന്ന ആ പ്രണയം അവസാനം വെളിച്ചത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചില പ്രണയങ്ങൾ ഇരുട്ടിൽ ജനിക്കും, പക്ഷേ അവയ്ക്ക് അവസാനത്തിൽ സ്വന്തമായൊരു പ്രഭാതം ഉണ്ടാകും.